വഴിയിലൂടെ 9-ാം ദിനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ കാനായിലെ കല്യാണ വിരുന്നിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ആ കല്യാണ വീട്ടിലേക്ക് പരിശുദ്ധ അമ്മ തൻ്റെ പ്രിയപുത്രനോടൊപ്പം കടന്നു ചെല്ലുകയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ അവിടെ കാണുന്നത് വലിയ വലിയ കാഴ്ചകളല്ല, അവിടെയുള്ള ഒരു കുറുവനെ അനുകമ്പയോട് നോക്കി അവരുടെ വേദനയെ കാണുകയാണ് ചെയ്തത്. നാം ഒക്കെ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ആ വലിയ വീടും ആ വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന വലിയ കാറും വീടിനകത്തുള്ള വലിയ വലിയ ഫർണിച്ചറുകളുമല്ലേ പലപ്പോഴും കാണാറുള്ളത്. എന്നാൽ പരിശുദ്ധ അമ്മ അവരുടെ കുറവിനെ മനസ്സിലാക്കി. ആ കുറവ് കൊണ്ട് അവർക്കുണ്ടാകുന്ന അവമാനം എന്തെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അതിന് ഒരു പരിഹാരം കാണുവാൻ തൻ്റെ ഓമനപുത്രനോട് അപേക്ഷിച്ച് അവരുടെ കുറവുകളെ അവിടെ നിറവുകളാക്കി കൊടുക്കുന്നു. അങ്ങനെ ആ വലിയ അവമാനത്തിൽ നിന്നും അവർ രക്ഷപ്പെടുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് വേണമെങ്കിൽ ആ വീട്ടിൽ കടന്നു ചെന്നപ്പോൾ കല്യാണ വീട്ടിലെ വലിയ വലിയ കാഴ്ചകൾ കാണാമായിരുന്നു. എന്നാൽ അവിടെ കുറവുകളെ കാണുവാനാണ് അമ്മ ഇഷ്ടപ്പെട്ടത്. അതാണ് കണ്ടത്. പ്രിയമുള്ളവരെ, ഈ നോമ്പിൻ്റെ യാത്രയിൽ നമുക്കും ആലോചിക്കാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം മറ്റുള്ളവരെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ഇല്ലായ്മകളും അവരുടെ കുറവുകളുമാണോ നാം കാണുന്നത്? അല്ല എങ്കിൽ അവരുടെ ഇല്ലായ്മകളെയും അവരുടെ വല്ലായ്മകളെയും കുറവുകളെയും കണ്ടെത്തി അതിനൊരു പരിഹാരം കാണുവാൻ, ആരും അറിയാതെ അതിനെ പരിഹരിക്കുവാൻ പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും സാധിക്കട്ടെ. അങ്ങനെ മറ്റുള്ള കുറവുകളെ നിറവുകളാക്കിക്കൊണ്ട് ഈ നോമ്പുകാലം നമുക്ക് ചൈതന്യമുള്ളതാക്കാം. സ്തുതിയായിരിക്കട്ടെ.